ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ട് അബി ഒരു ഇളനീരിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ പൊതിക്കുമെന്നും പറഞ്ഞിട്ട് ഞാൻ പൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തേങ്ങയും കൊണ്ട് ഒരു ആക്ഷൻ കട്ടിട്ട് ഇപ്പോൾ താഴത്തിട്ട് പൊട്ടി വെള്ളമൊക്കെ പോയേനെ. അതിനുശേഷം ഞാനിത് അരി കഴുകിയിട്ട് ഉണക്കാനിടുകയാണ് കേട്ടോ. പച്ചരിയും പുഴുങ്ങോലരിയും കൂടിയിട്ട്. അപ്പോൾ നൂലിപ്പുട്ടോ കുറ്റിപ്പുട്ടോ ഒക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പം വേഗം കഴുകി, നല്ല വെയിലുണ്ട്, അപ്പോൾ ഉണക്കാനിട്ടിട്ട് ഇന്ന് വൈകുന്നേരത്ത് പൊടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് മുകളിൽ കൊണ്ടുപോയി തുണിയൊക്കെ വിരിച്ച് ഉണക്കാനിടാം. അരി ഉണക്കാനിടുമ്പോഴാണ് കേട്ടോ മീൻ വന്നു. അപ്പം കുറേ ദിവസമായി മീൻ വാങ്ങിക്കണം എന്ന് പറയുന്നു. ശരി, ഞാൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മീൻകാരനെ വിളിച്ച് നിർത്തി. അപ്പോൾ മീൻ നോക്കാൻ പോയപ്പോൾ അതിൽ തെരണ്ടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ അത് കഴിച്ചിട്ടില്ല, എന്താ സംഭവം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഞങ്ങൾ തെരണ്ടി വാങ്ങിച്ചു. അപ്പോൾ അയാൾ എന്നെ മുറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ മുറിച്ച് തരികയാണ്. അപ്പം നിങ്ങൾക്ക് തെരണ്ടി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം മീൻ ഞാനാ പിടിക്കണേന്നും പറഞ്ഞാൽ ആദ്യം മീൻ പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ കഴിക്കാൻ ചോറാണ്, ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിയും കൂടെ വറുത്തു കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് മസാലയൊക്കെ തിരുമ്പി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ. അപ്പോൾ അതിൽ എല്ലൊക്കെ ഉണ്ട്, നമ്മൾ സ്രാവ് മീൻ പോലെ ഉണ്ട് കാണുമ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ടില്ല ഇതുവരെ, ഇനിയിപ്പോൾ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. അപ്പോൾ ഞാൻ മസാലയൊക്കെ തിരുമ്പി അതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒക്കെ തിരുമ്പി റെഡിയാക്കി വെച്ചിട്ട് ബാക്കിയുള്ള പണികളൊക്കെ നോക്കാമെന്ന് വെച്ചു. കുറച്ച് എരിവ് കിട്ടാൻ വേണ്ടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. തൊടിയിലൊരു ചക്കയുണ്ട്, പഴുത്ത് നിൽക്കുന്നുണ്ട്, അണ്ണ കൊത്തിയിട്ടുണ്ട്. ബാ അത് പോയി ഇടാം. ഇന്നലെ തന്നെ ഒരു ചക്ക അണ്ണ കൊത്തി പോയിട്ട് ആരും കണ്ടില്ല. അപ്പം അണ്ണയും തിന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ചക്ക കുട്ടികൾ കണ്ടുപിടിച്ചു. അമ്മ ചക്ക പഴുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരിയെന്നും പറഞ്ഞ് ഞാൻ എന്താ ചക്ക ഇടാൻ തുടങ്ങി. ആദൂനും റിച്ചുവിനും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്കും ചക്ക ഇഷ്ടമൊക്കെ തന്നെ. അവരിപ്പം തന്നെ മുറിച്ചതാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കൂടിയിട്ടുണ്ട്. ഞാൻ വൈകിട്ട് പണിയൊക്കെ ഒരുങ്ങിയിട്ട് വൈകുന്നേരത്ത് സമാധാനത്തിൽ മുറിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കേൾക്കുന്നില്ല. ഇപ്പം തന്നെ ചക്കപ്പഴം വേണം പറഞ്ഞു, ഒരേ വാശി. അങ്ങനെ ചക്കപ്പഴമൊക്കെ തീറ്റ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മുടെ അച്ചുക്കുട്ടി രാവിലെ തുടങ്ങിയിട്ട് മീൻകുളം വൃത്തിയാക്കാൻ. അങ്ങനെ ലാസ്റ്റ് മീൻകുളമൊക്കെ വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ നിറച്ച്. പിന്നെ അവരുടെയൊക്കെ ഒരു കളി, നമ്മുടെ റോക്കിയുടെ ഒരു കളി. അതിനുശേഷം ഞാൻ റോക്കീനെയൊക്കെ കുളിപ്പിച്ച് സുന്ദര കുട്ടനാക്കിയിട്ട്, റോക്കി ഇപ്പോൾ കുളിക്കാൻ ഒരു മടിയില്ല, അത് സൂപ്പറായി കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ റോക്കീനെ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ അച്ചുക്കുട്ടി ഇതാ കുളം രണ്ടാം പ്രാവശ്യം വൃത്തിയാക്കിയിട്ട് പാവം തന്നെ നമ്മുടെ അച്ചു. അതിനുശേഷം അതിൽ മീൻ ഗപ്പിയാണ്, ഗപ്പിയൊക്കെ ഇട്ടു കേട്ടോ. അങ്ങനെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ട് നമുക്ക് ഇനി മീൻ വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായ ശേഷം നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ മണമൊന്നും വരുന്നില്ല കേട്ടോ. അച്ചുക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ മീൻ വറുക്കുമ്പോൾ മണമൊന്നും വരാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് തെരണ്ടി വറുക്കണത്. അപ്പം നന്നായിരിക്കുമോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഒരു കഷ്ണം ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്ക്